കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് എ സി സർക്യൂട്ട് റെസിസ്റ്റർ വെച്ചിട്ടും പ്യുവർ റെസിസ്റ്റർ വെച്ചിട്ടും പ്യുവർ ഇൻഡക്ടർ വെച്ചിട്ടുമായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ പ്യുവർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആർ വാല്യൂ മാത്രമേ ഉണ്ടാവൂ, പ്യുവർ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് മാത്രമേ ഉണ്ടാവൂ, കപ്പാസിറ്റൻസോ റെസിസ്റ്റൻസോ ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞ് XL എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എ സി ത്രൂ പ്യുവർ കപ്പാസിറ്റൻസ്, അതായത് ഒരു സർക്യൂട്ടിൽ പ്യുവർ കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. ഈ പ്യുവർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് കപ്പാസിറ്റൻസ് വാല്യൂ മാത്രമേ ഉണ്ടാവൂ, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ഇൻഡക്റ്റൻസും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് നോക്കാം. സർക്യൂട്ടിൽ ഒരു എ സി സോഴ്സ് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡക്ടർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസർ ഡയഗ്രാം വരക്കും. അതിനുശേഷം ലീഡിംഗ് ആണോ ലാഗിങ് ആണോ അക്കാര്യം പറയും. അതിനുശേഷം നമ്മൾ പവർ കണ്ടുപിടിക്കും. ഇത്രയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വി എന്ന് ഡിനോട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ വി എന്ന് കൊടുക്കാൻ കാരണം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ചേഞ്ച് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ നോർമലി സ്മോൾ ലെറ്റർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ ഐ കറണ്ടിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്മോൾ ലെറ്റർ ഐ എന്ന് യൂസ് ചെയ്യും. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സി ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് കറണ്ടാണ്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ ഞാൻ എഴുതാം. സ്മോൾ ലെറ്റർ വി ഈക്വൽ ടു ക്യൂ ബൈ സി. വി ഈക്വൽ ടു ക്യൂ ബൈ സി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്. എവിടെയുള്ള ചാർജ്? ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളിൽ ഉള്ള ചാർജ്. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ. വി എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള വോൾട്ടേജ്. ഈ പ്ലേറ്റുകൾക്കിടയിൽ എത്രയാണോ വോൾട്ടേജ് അത്ര തന്നെയാണ് ഈ സപ്ലൈ വോൾട്ടേജും. അതുകൊണ്ടാണ് വി തന്നെ യൂസ് ചെയ്തത്. മനസ്സിലായോ? ഇതിനക്രോസിലെ വോൾട്ടേജ് എന്ന് പറയുന്നതും ഇതിനക്രോസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നമ്മൾ ഇതിനിടയ്ക്ക് വേറെ സർക്യൂട്ടൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് കണക്റ്റ് അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ ലെറ്റർ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് പറയും. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, ചാർജിൻ്റെ യൂണിറ്റ് കൊളൂമ്പ്, വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട്, സിൻ്റെ യൂണിറ്റ് ഫാരഡ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വി ക്യാപിറ്റൽ വി ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ സി എന്നാണ് പഠിച്ചത്, ക്യാപിറ്റൽ ക്യൂ എന്നാണ് പഠിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് സ്മോൾ ലെറ്റർ വന്നതെന്നൊരു ഡൗട്ട് തോന്നും. കാരണം എന്ന് പറയുന്നത് ഇവിടെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകളിലുള്ള ചാർജും ഇലക്ട്രിക് ചാർജും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ, കോൺസ്റ്റൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ ക്യൂ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ചാർജ് ഈ പ്ലേറ്റുകളിലുള്ള ചാർജ്, പ്ലേറ്റുകൾക്കിടയിൽ ചാർജില്ല, പ്ലേറ്റുകളിലുള്ള ചാർജ് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ സ്മോൾ ലെറ്റർ ക്യൂ ഉപയോഗിച്ചു. നിങ്ങൾക്ക് കറണ്ടും ചാർജും തമ്മിലുള്ള റിലേഷൻ അറിയില്ലേ? കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ നമ്മളതിനെ ക്യൂ ബൈ ടി എന്ന് പറയും. ഒരു വിത്ത് റെസ്പെക്ട് ടു ടൈം ചാർജിലുണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. കറണ്ട് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ഡി ടി എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് ടൈമിലുണ്ടാവുന്ന ചാർജിലുള്ള ചേഞ്ച്, അതാണ് കറണ്ട്. അപ്പോൾ അതിന് ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു നമ്മൾക്കറിയാം സി വി. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടീനെ നമുക്ക് ഡി ബൈ ഡി ടി ഇൻറ്റു ക്യാപിറ്റൽ സി ഇൻറ്റു സ്മോൾ വി. ഇതിൽ സി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവിന് പുറത്തേക്ക് എടുക്കാം. സോ ഡി ബൈ ഡി ടി
into V. So C into V എന്ന് പറഞ്ഞാൽ Vm sin omega t ആണ്. So d by dt into Vm sin omega t. Again Vm എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, അപ്പോൾ നമുക്ക് അതിനെയും പുറത്തേക്ക് എടുക്കാം. which is equal to C into Vm d by dt into sin omega t. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണാം. സി വി എം സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി എന്ന് എഴുതി. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് ഡെറിവേറ്റീവ് കാണുന്നത്. സോ ഒമേഗ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സി ഒമേഗ വി എം കോസ് ഒമേഗ ടി. ഇതാണ് കറണ്ട്. ഓക്കെ, ഐ ഈക്വൽ ടു ഒന്നുകൂടി എഴുതാം, സി ഒമേഗ ക്യാപിറ്റൽ സി ഒമേഗ വി എം കോസ് ഒമേഗ ടിനെ ഞാൻ സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതുന്നു. സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് റിലേഷൻ കിട്ടിയത്. ഓക്കെ, ഞാൻ ഈ വോൾട്ടേജിൻ്റെ ഇക്വേഷനും കറണ്ടിൻ്റെ ഇക്വേഷനും മാത്രമായിട്ടൊന്ന് എഴുതാൻ പോവാണ്. ബാക്കിയുള്ളത് മായ്ച്ച് കളയാൻ പോവാണ്. നിങ്ങൾക്കിത് സെപ്പറേറ്റ് നോട്ടായിട്ടൊന്നും ഞാൻ തരില്ല. ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. അല്ലാതെ ഞാനായിട്ട് നോട്ട് തരില്ല, നിങ്ങൾ തന്നെ നോട്ട് ക്രിയേറ്റ് ചെയ്യണം. അത്ര വലിയ ഡെറിവേഷനും അത്ര വലിയ വിഷമമുള്ള ഡെറിവേഷനൊന്നും അല്ലല്ലോ. ഓക്കെ, വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി ആണെങ്കിൽ നമുക്ക് കിട്ടിയ കറണ്ട്, ആ കപ്പാസിറ്ററിലൂടെ പോകുന്ന കറണ്ട്, ആ പ്യുവർ കപ്പാസിറ്ററിലൂടെ പോകുന്ന കറണ്ട് ഐ ഈക്വൽ ടു സി ഒമേഗ വി എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു വി എം ബൈ ആർ സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ ഐ ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്ന് കിട്ടി. അതായത് നമ്മൾ പൊതുവേ എടുക്കുന്ന ഫോം എങ്ങനെയായിരുന്നു, വി എം ഡിവൈഡഡ് ബൈ ആർന്നും വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എല്ലിന് പകരം നമ്മൾ എക്സ് എൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അങ്ങനെയായിരുന്നു എടുത്തത്. ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനോടുള്ള ഓപ്പോസിഷനാണ്. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് കറണ്ടിനോടുള്ള ഓപ്പോസിഷൻ. ഓക്കെ, നമ്മൾ ഈ ഫോമിലേക്ക്, അതായത് വി എം ഡിവൈഡഡ് ബൈ എന്നുള്ള ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, വി എം ഡിവൈഡഡ് ബൈ സി ഒമേഗനെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. സി ഒമേഗ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ഒമേഗ സി എന്ന് എഴുതുകയാണ്. അതാണ് സ്റ്റാൻഡേർഡ് ഫോം. നമ്മൾ ഒമേഗ എൽ എന്നാണ് പറയുക. അതുപോലെ ഒമേഗ സി, ഡബ്ല്യു എന്നല്ല ഒമേഗ. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആംഗുലർ വെലോസിറ്റി. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ നോക്കിയേ, ഒമേഗ 1 ബൈ ഒമേഗ സി എന്ന് എഴുതിയാലും ഒമേഗ സി വി എം എന്ന് എഴുതിയാലും കണക്ക് തന്നെയാണ്. ഇത് നേരെ റിവേഴ്സ് മോഡിൽ പോയി നിൽക്കും. സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി. നമുക്കിതിനെ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതാം. വേർ ഐ എം ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ സി. ഓക്കെ, ഈ 1 ബൈ ഒമേഗ സിന് പറയുന്ന പേരാണ് എക്സ് സി, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി എന്ന് വന്നതും അതിൻ്റെ ഫേസർ ഡയഗ്രം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ഈ 1 ബൈ ഒമേഗ സി എന്താണെന്ന് നോക്കാം. 1 ബൈ ഒമേഗ സിനെ നമ്മൾ എക്സ് സി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എക്സ് സി, ഇതിൻ്റെ പേര് കപ്പാസിറ്റീവ്
റിയാക്റ്റൻസ്. എക്സ് സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എക്സ് സി ഈക്വൽ ടു 1/ωc. ഓക്കെ, ഈ കേസിൽ ഈ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു 0. എന്താ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, കാരണം എന്താ പ്യുവർ കപ്പാസിറ്റൻസ് ആണ്. -JXC എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് പ്യുവർ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ. ഓക്കെ, പ്യുവർ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ Z ഈക്വൽ ടു ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 0 + JXL ആയിരുന്നു. ഈ സെറ്റ് ഇമ്പിഡൻസ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, IM എന്ന് പറഞ്ഞാൽ VM ഡിവൈഡഡ് ബൈ XC അല്ലേ. 1/ωc എന്ന് പറയുമ്പോൾ XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എക്സിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് കറണ്ട് IMൻ്റെ വാല്യൂ എന്താവും? മാക്സിമം വാല്യൂ കുറയും അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ IMൻ്റെ വാല്യൂ കുറയും. VM എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വേവ് ആണ്. VM എന്ന് പറയുന്നത് നമുക്ക് മാറുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ XC കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനോടുള്ള ഒപ്പോസിഷൻ തന്നെയാണ്. ഇവിടെ R എന്താണോ ഫങ്ഷൻ ചെയ്യുന്നത്, പ്യുവർ റെസിസ്റ്ററിൻ്റെ കേസിൽ R ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡിക്രീസ് ചെയ്യും. അതുപോലെ പ്യുവർ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ XL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡിക്രീസ് ചെയ്യും. അതായത് ഇവിടെ പ്യുവർ റെസിസ്റ്ററിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് ആയിരുന്നു കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇക്വേഷനാണ്. ഒന്നിത്, പിന്നൊന്ന് ഇത്. ഇത് രണ്ടും മറക്കരുത്. നമ്മൾക്ക് ഇനി അടുത്തത് ഫേസർ ഡയഗ്രാം വരക്കാം. ഇപ്പോൾ പ്യുവർ കപ്പാസിറ്റൻസിലൂടെയുള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയാം. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ VM sin ωt എന്ന് പറഞ്ഞ് എടുത്തു. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ IM sin ωt + 90 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ആണോ കറണ്ടാണോ ലീഡ് ചെയ്യുന്നത്? ഇവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. കാരണം എന്താ? +90 ഡിഗ്രി. ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ വോൾട്ടേജ് ആയിരുന്നു ലീഡ് ചെയ്യുന്നത്. അവിടെ I ഈക്വൽ ടു sin ωt -90 ഡിഗ്രി ആയിരുന്നു പ്യുവർ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിലോ? പ്യുവർ റെസിസ്റ്റൻസിൻ്റെ കേസിൽ അവിടെ എന്താണ്? വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്, ഒരേ ഫേസിൽ തന്നെയാണ്. അപ്പോൾ V = VM sin ωt ആണെങ്കിൽ പ്യുവർ കപ്പാസിറ്റൻസ് ആണ് സർക്യൂട്ടെങ്കിൽ I = IM sin ωt + 90 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ അർത്ഥം കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരക്കാം? വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ഇതാണ് വോൾട്ടേജ് V. നമ്മളിവിടെ മാക്സിമം വാല്യൂ ആണ് ആംപ്ലിറ്റ്യൂഡായിട്ട് അടയാളപ്പെടുത്തുന്നത്. സോ VM. അങ്ങനെയാണെങ്കിൽ കറണ്ട് VMനെ ലീഡ് ചെയ്യും. സോ ഇങ്ങനെ വരും. ഇതാണ് വോൾട്ടേജ്, ഇതാണ് കറണ്ട്. എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? 90 ഡിഗ്രിയാണ് ലീഡ് ചെയ്യുന്നത്. 90 ഡിഗ്രിയാണ് ലീഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വേവ് ഫോം വരക്കാം. വേവ് ഫോം, വോൾട്ടേജിൻ്റെ വേവ് ഫോം വരച്ചു. വോൾട്ടേജിൻ്റെ വേവ് ഫോം ഇതാണ് വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് വോൾട്ടേജിനെക്കാട്ടിയും 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം നേരത്തെ തുടങ്ങി, നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. വോൾട്ടേജിനെക്കാട്ടി 90 ഡിഗ്രി നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ -90 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതിങ്ങനെ വരും. അപ്പോൾ 0 ആകുമ്പോൾ മാക്സിമം എത്തിയിട്ടുണ്ടാവും.
മാക്സിമം എത്തി ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ ആവും. അപ്പോൾ ഇതാണ് വോൾട്ടേജ്, ഇതാണ് കറണ്ട്. ഓക്കെ. സോ പ്യുവർ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് കറണ്ടിൻ്റെ ഇക്വേഷൻ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അതിൻ്റെ ഇക്വേഷൻ 1/ωc. അല്ലെങ്കിൽ ഇതിന് എങ്ങനെ എഴുതാം? 1/2πfc എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 1/2π/t × c എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ ഈ ടീനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് t/2πc എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾ ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇതിൽ നിന്ന് ബാക്കി എല്ലാ ഫോമിലേക്കും കൊണ്ടുവരാം. പിന്നെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് 0, ഇവിടെ പ്ലസ് അല്ല -jXc ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. സോ AC ത്രൂ പ്യുവർ കപ്പാസിറ്റൻസ്. ഇനി അടുത്തത് നമ്മൾ പവറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ സ്മോൾ p ആണ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് തന്നെ എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ സ്മോൾ p ഈക്വൽ ടു V × I, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് അറിയാം, Vm sin ωt ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടും അറിയാം, Im sin ωt + 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് cos ωt എന്ന് എഴുതാം. cos ωt ആണല്ലോ നമുക്ക് പിന്നെ sin ωt + 90 ഡിഗ്രി ആക്കിയത്. ഓക്കെ. സോ നമുക്കിതിനെങ്ങനെ എഴുതാം? Vm Im sin ωt cos ωt. ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 × 2 sin ωt cos ωt. അപ്പോൾ 2 sin ωt cos ωt അല്ലെങ്കിൽ 2 sin A cos A എന്ന് പറയുന്നത് sin 2A ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/2 Vm Im sin 2ωt, sin 2ωt. ഇനി അതിൻ്റെ വേവ് ഫോം വരക്കാം. നമുക്ക് വേവ് ഫോം വരക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വോൾട്ടേജിൻ്റെ ഒമേഗയായിരുന്നു അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. ഇവിടെ 2ω ആയി. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വോൾട്ടേജിനെയും കറണ്ടിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ പവർ, ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. പവറിൻ്റെ ഫ്രീക്വൻസി ഡബിൾ ആയിരിക്കും. അതായത് വോൾട്ടേജ് ഒരു ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പവറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് 2 ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വരക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 × മാക്സിമം കറണ്ട് 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 0 സ്റ്റാർട്ട് ചെയ്യും. 0 സ്റ്റാർട്ട് ചെയ്ത് പീക്കിലേക്ക് വന്ന് ഇവിടെ എത്തുമ്പം വീണ്ടും 0 ആവും. അതിനുശേഷം പിന്നെ നെഗറ്റീവ് പീക്കിലേക്ക് പോവും, പിന്നെ ഇങ്ങനെ വരും. അതായത് ഇതൊരു ഹാഫ് സൈക്കിൾ ആകുമ്പോൾ തന്നെ പവർ ഒരു ഫുൾ സൈക്കിൾ ആയിട്ടുണ്ടാവും. ഓക്കെ. നമുക്കിനി ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടു. ഇനി ആവറേജ് പവർ കാണാം. ആവറേജ് പവർ ക്യാപിറ്റൽ P ഈക്വൽ ടു നമ്മൾ ഒരു ഫുൾ സൈക്കിളിൽ 0 to 2π × 1/2π ചെയ്യണം. P ഈക്വൽ ടു 1/2π 0 to 2π ഒരു ഫുൾ സൈക്കിളിലെ പവറാണ് കാണാൻ പോകുന്നത്. ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, അത് 2 Vm Im sin 2ωt. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റേനെ ബേസ് ചെയ്തിട്ടാണ്. സോ dωt. ഇവിടെ ടൈം ആണെങ്കിൽ ഇത് അഥവാ ഞാൻ 0 to ക്യാപിറ്റൽ T ആണെങ്കിൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ചെയ്യുന്നതുകൊണ്ട് ωt എന്ന് എടുത്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു സിൻസോയിഡൽ വേവ് ആണ്, ആൾട്ടർനേറ്റിംഗ്
സൈൻസോയിഡൽ വേവ് ആണ്, അതിൻ്റെ ഫ്രീക്വൻസി ഡബിൾ ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താവും, ആവറേജ് പവർ, ആവറേജ് വാല്യൂ നമ്മളൊരു ഫുൾ സൈക്കിളിൽ നോക്കുന്ന സമയത്ത് 0 to 2π എന്ന് പറയുമ്പം 0 to 2π ഇവിടെ വരെ വരും. ഇവിടെ വരെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും, പിന്നെയും ഒരു സൈക്കിളും കൂടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ആവറേജ് വാല്യൂ നോക്കുന്ന സമയത്ത് 0 ആയി പോകും. എന്തുകൊണ്ടാണ്? ഇതിന് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ഇവിടെയും പോസിറ്റീവ് ഉണ്ട്, അതിന് കണക്കായി നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂ, പവറിൻ്റെ ഈ പോസിറ്റീവ് വാല്യൂ ഈ നെഗറ്റീവ് വാല്യൂ ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ വരുന്ന പവറിൻ്റെ ഈ ഒരു പോസിറ്റീവും ഈ ഒരു നെഗറ്റീവും അതേപോലെ ക്യാൻസൽ ആയി പോകും. ഇതും ക്യാൻസൽ ആയി പോകും, ഇതും ക്യാൻസൽ ആയി പോകും. സോ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എ സി ത്രൂ പ്യുവർ കപ്പാസിറ്റർ, ഈ ഒരു സർക്യൂട്ട് പ്യുവർ കപ്പാസിറ്റൻസ് ആണ്, എ സി ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് പവർ ഈസ് 0. ഈ സെയിം റിസൾട്ട് തന്നെയായിരുന്നു പ്യുവർ ഇൻഡക്റ്റൻസ് ആകുമ്പോഴും കിട്ടിയത്. പ്യുവർ ഇൻഡക്റ്റൻസ് ആവുന്ന കേസിലും ആവറേജ് പവർ 0 ആയിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ എന്താ അവിടെ സംഭവിക്കുന്നത്, അവിടെ ഒരു ഹാഫ് സൈക്കിളിൽ പവർ പോസിറ്റീവാണ്. ആ സമയത്ത് ആ ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം അടുത്ത ഹാഫ് സൈക്കിളിൽ എത്രയാണോ സ്റ്റോർ ചെയ്തത് അത്ര തന്നെ തിരിച്ച് സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കും. അവിടെ മാഗ്നറ്റിക് ഫീൽഡായിട്ടായിരുന്നു സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതായത് ഒരു ഹാഫ് സൈക്കിളിൽ പോസിറ്റീവ് ആവുന്ന സമയത്ത് സപ്ലൈയിൽ നിന്ന് കപ്പാസിറ്റർ അതിന് ഇലക്ട്രിക് ഫീൽഡായിട്ട് പവർ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ഹാഫ് സൈക്കിളിൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സപ്ലൈയിലേക്ക് തന്നെ എത്രയാണോ പവർ എടുത്തത് ആ പവർ തിരിച്ചു കൊടുക്കും. അപ്പോൾ ആവറേജ് നോക്കുന്ന സമയത്ത് 0 ആയി പോകും ആണ് പവറിൻ്റെ. എന്തുകൊണ്ടാണ് 0 ആയെന്ന് വെച്ചാൽ ഇതാണ് കാരണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്യുവർ കപ്പാസിറ്റൻസും പ്യുവർ ഇൻഡക്റ്റൻസും ആകുമ്പോൾ മാത്രമേ ആവറേജ് പവർ 0 ആവൂ. ആവറേജ് പവറാണ് 0. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എല്ലാത്തിനും പവറിനുണ്ട്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഒരു പവർ എടുക്കുകയോ ഒരു പവർ കൺസ്യൂം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പവർ തിരിച്ച് കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആവറേജ് നോക്കുന്ന സമയത്താണ് പവർ 0 ആയി പോകുന്നത്. ഇത് സ്ഥിരമായിട്ട് 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കൊരു യൂട്യൂബ് വീഡിയോ കാണാം. നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇലക്ട്രോബൂം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും അതിലൊരു വീഡിയോ കാണിച്ചിരുന്നു. ആ സെയിം ചാനലിലെ വേറൊരു വീഡിയോ ആണ്. കുറച്ച് ഇൻഫോർമേറ്റീവായെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. Hi, it is time for you to learn about the basic components. Well, I've already told you about resistors a while back, so all is left is capacitors and inductors. They are quite simple really, and I won't dive too deep, I promise. The capacitor theory is quite simple really. Atoms have cores and electrons that turn around them. Electrons have negative charge while cores have protons that are positive. Opposing charges attract each other while the same charges repel each other, all thanks to electric fields. That's all you need to know for now, and a bit more. See, you can't just shove an electron into a conductor because there is no room and they repel each other and push back. Unless you bribe them with some positive charge, like, get into your cell. Dad, I'm not getting in there. Are you afraid? I'm not afraid. I can't stand this guy. I'll tear him apart. You don't want his blood on my hands. The cell beside you is filled with girls. Hello there. Okay, I go in, yeah. Or like, imagine hackers work alone, unless you are a great target and they all work together to steal your data. Take it away, James. That's why you should use ExpressVPN, the sponsor of this video, to protect against hackers. Go to Express magnets. You need secure thin gap between the surfaces and fill it with neodymium magnets with the same direction so they repel each other. I learned it from Cody's lab. Now imagine these are electrons repelling each other. Let's assume this is the neutral state of a conductor and electrons and protons are equal and we can't fit any more electrons in there. Like there is 5 electrons on this side. Now imagine this magnet is a positive atom core stripped of its electrons. If we bring this positive charge to our electrons, it pulls them close to each other, so now there is more room on that surface and more electrons can fit there, like 6 now. And that's how capacitors work. You have 2
ഇപ്പോൾ ആദ്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്കൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആഡ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള ഇലക്ട്രോൺസ് അതിനെ റിപ്പൽ ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ്. പക്ഷേ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതാണ് ആ ഒരു ജെയിറ്റിൻ്റെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. പിന്നെ നിയോപ്ലിനും മാഗ്നറ്റ് വെച്ചിട്ട് ആദ്യം നോക്കുമ്പോൾ മാഗ്നറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെയൊക്കെ അങ്ങനെയുള്ളത്. പകരം ഒരു അട്രാക്ട് ചെയ്യുന്ന വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ അതിന് കൂടുതൽ ഫ്രീ സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 പ്ലേറ്റ് വെക്കും, അതിലൊന്ന് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ആവുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് ആ പ്ലേറ്റിലേക്ക് വരും. അതായത് രണ്ടും കോണ്ടാക്ട് വരാതെ ദൂരെ വെക്കുന്ന സമയത്ത്. Conductive surfaces overlapping but not touching, isolated by a non-conductor called a dielectric that can be air or better. And now if you put a power supply across the surfaces like a battery, you can push electrons into one surface and suck them from the other surface. Of course, the electric current is defined as the reverse of the flow of electrons. The electric force between these charges keeps them together. So even when you disconnect the battery, the capacitor keeps its charge. And just like that, you can charge a capacitor. Of course, it only takes a fraction of a second to charge, which depends on the amount. Did I connect it backwards? I think I did. You would think having 2 conductors side by side wouldn't care about the voltage. ഇപ്പോൾ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും സെറാമിക് കപ്പാസിറ്ററും അതൊക്കെയാണ് പറ്റിയൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. വളരെയധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. In any case, a charged capacitor has this potential energy in it where the charges like to get together but they can't because of the dielectric and are held in position by the attracting electric fields. But as soon as you put a load across it, the charges say, "You can't stop our love, now there is a new way." He was a burden. Tell me about it. Whoop. Stop. Well, I didn't care, but I can't just let things penetrate me. So the charges. നമ്മൾ ആദ്യം ഒരു ക്ലോസ് പാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കയറിയത് നെഗറ്റീവ് ചാർജ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ എപ്പോഴാണ് ഒരു പാത്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവും. Pass through the load and the capacitor discharges. Now you might ask, why would we need solid dielectrics between plates instead of air? There are 3 good reasons. One is that they make sure plates won't touch. Second is that they can isolate against leakage and arcing much better than air, so you can bring the plates much closer. And third, similar to ferromagnetic material that we make our inductor and transformer cores from because they improve magnetic fields, good dielectrics also improve electric fields based on their electric permittivity and result in higher capacitance. Now you might ask, what's a good reason to bring the plates as close as possible? Well, the electric forces between charges is very small over long distances, so we have to bring them close for increased attraction. And that increases the amount of charges we can put in a capacitor and so increases its capacity. But too high of a voltage over too small of a gap will break the dielectric and short the plates. That's why every capacitor has a specific voltage rating. And also, the larger the plates, the more charges can fit in them and so the higher the capacitance. So the capacitance is equal to epsilon, which is a constant for dielectric permittivity, times the area of the overlapping plates divided by their distance. The unit of capacitance is farad, named after Michael Faraday, and the amount of charge in coulombs you can put in a capacitor is equal to its capacitance times the voltage across it. So more voltage or more capacity means more charge. Now you might have heard some idiots say that when there is a DC signal like this, it hits the capacitor plates like this and gets blocked, while an AC signal can zigzag between the plates like this and pass through. Well, that's wrong. When you place a DC voltage across a capacitor,
നിങ്ങൾക്ക് അറിയായിരിക്കും കപ്പാസിറ്റർ ഡി സിനെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ ഡി സി ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡി സി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു ബാറ്ററിയെ കുറിച്ച് ഒരു കപ്പാസിറ്റർ കൊടുത്താൽ കപ്പാസിറ്റർ ചാർജ് ആവും. എത്രയാണോ ആ ബാറ്ററിൻ്റെ വോൾട്ടേജ് അത്ര വരെ ചാർജ് ആവും. പക്ഷെ അതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ വോൾട്ടേജിൽ ഒരു ചേഞ്ച് വേണം. എ സി ആണെങ്കിൽ കടത്തി വരും. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറയും ഡി സി ഇങ്ങനെ സ്ട്രേറ്റ് ലൈനുണ്ട്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഇവിടെ തട്ടിപ്പിടിച്ച് വരും. പക്ഷേ എ സി ആകുമ്പോൾ മുകളിലേക്ക് എടുത്തൊരു താഴേക്ക് അങ്ങനെ കണ്ടക്ഷൻ നടത്തുന്നുണ്ട്. നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത് ലോജിക്കലി വ്യക്തിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു ചെയ്യാം. Place a DC voltage across a capacitor, the voltage across it rises as the charges flow into it until the electric field in the capacitor is the same as the field in the battery and their voltages are equal. And as you know, like temperature, the electric current only flows from a higher voltage to a lower voltage, and if the voltages on both sides are the same, then there is no current. So when you connect the DC across a capacitor, it charges to the same voltage and the current stops. But when you have AC, you constantly raise and lower the voltage, which pushes and pulls the charges in and out of the capacitor. So if you look at your capacitor as a black box, it looks like that the electric current goes in one side and out of the other side, then returns in the next cycle. So from outside, it looks like an AC current is passing through the component, although the actual charges never pass through the capacitor and only accumulate on the plates. So that's the capacitors for you. Now let me tell you some interesting wisdom around them. What was I going to say? All right. A capacitor is like a cup. Its voltage rises as you pour charges into it. Its voltage rises faster if you pour more. ഞാൻ പോസ് ചെയ്യാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോർഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഈ ഒരു പോർഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ ഡി സി ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു എത്രയാണോ ആ സെല്ലിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഡി സി സോഴ്സിൻ്റെ വോൾട്ടേജ് അത്രയും ആ ഒരു വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ വരും. ആ വോൾട്ടേജ് റേഞ്ചിലേക്ക് വരും. അതായത് ഈ കേസിൽ പറയുകയാണെങ്കിൽ ഈ വി സി എന്ന് പറയുന്ന വോൾട്ടേജ് ഈ വി ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ വോൾട്ടേജിൻ്റെ അത്രയും എത്തും. അത്ര വരെ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ശേഷം പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും. പക്ഷേ എ സിൻ്റെ കേസിൽ അങ്ങനെയല്ല. എ സി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം സപ്പോസ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റിയാണെന്ന് വിചാരിക്കും ഒരു ഇൻസ്റ്റൻറ്റിൽ, ഒരു പെർട്ടിക്കുലർ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യും, ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആ ഒരു ഇൻസ്റ്റൻറ്റ് അത് കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഇവിടെ പോസിറ്റീവ് എന്നുള്ളത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആവും. പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നേരത്തെ ഉണ്ടായ ഇലക്ട്രോണിന് ഇവിടെ ഇലക്ട്രോൺ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആവണം. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, പിന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഒരു ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിലൂടെ കറണ്ട് ഫ്ലോ നടക്കുന്നില്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് ഒരു സൈഡിൽ നിന്ന് കറണ്ട് ഫ്ലോ നടക്കുന്നത്, മറ്റേ സൈഡിൽ നിന്ന് കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അപ്പോൾ ഓൾട്ടുഗദർ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ അവിടെ സംഭവിക്കുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ നിങ്ങൾ മനസ്സിലാക്കുക, പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല, ഒരു ചാർജ് ഈ പ്ലേറ്റിലേക്ക് പോകില്ല. കാരണം എന്താണ്, അതിൻ്റെ ഇടയിലുള്ളത് ഡൈലക്ട്രിക് മെറ്റീരിയലാണ്. ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സാണ്. അഥവാ അതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം ആ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്, കപ്പാസിറ്റർ ഫാൾട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കതൊന്നും കൂടി കേൾക്കാം. Which pushes and pulls the charges in and out of the capacitor. So if you look at your capacitor as a black box, it looks like that the electric current goes in one side and out of the other side, then returns in the next cycle. So from outside, it looks like an AC current is passing through the component, although the actual charges never pass through the capacitor and only accumulate on the plates. So that's the capacitors for you. Now let me tell you, all right, you pour per second or more current into it. This is when the capacitor blows up.
Although the current through a capacitor can change instantly, the voltage across it cannot jump from one value to another. Because it would mean in that moment of time the current was infinite, because some charge went into the capacitor in no time. And that just doesn't happen in real life. I told you the charge in a capacitor is equal to the voltage across it times its capacitance. So a tiny bit of change in charge can change the voltage across it by a tiny bit. If you have watched my previous Electroboom 101 episodes, you know that current is equal to the amount of charge passing per second. So, in a tiny bit of time, only a tiny bit of charge passes. If we rearrange these, we see that the current through a capacitor is equal to its capacitance times the rate at which the voltage changes in time. Voltage and current both being a function of time. Well, this is ഈ ഇക്വേഷൻ I is equal to C into dV by dt. ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. നമ്മൾ ഈ ഒരു ഫോമിലേക്കായിരുന്നു നമ്മൾ ഡെറിവേഷനിൽ കൊണ്ടുവന്നത്. അതിനുശേഷം ഈ നമുക്ക് വി എം സൈൻ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് I equal to C ഒമേഗ വി എം സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി കിട്ടിയത്. അതായത് ഈ ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത സെഷനിലേക്ക് വരുന്നുണ്ട്. അടുത്ത സെഷനിൽ അതായത് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ നേരത്തെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? സൈൻ ഒമേഗ ടി പ്ലസ് 90 ഡിഗ്രി കിട്ടി. 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കറണ്ട് ലീഡ് ചെയ്യാണ്, വോൾട്ടേജിനെ ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ലീഡ് ചെയ്യാനുള്ള കാരണം എന്നാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞു തരുവാണ്, ലോജിക്കലി പറഞ്ഞു തരുവാണ് അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർമ്മിക്കുക. I is equal to C into dV by dt. ഈ dV by dt എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഒരു ടൈമിൽ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ടൈം ഡിഫറൻസിൽ എത്ര വോൾട്ടേജ് ചേഞ്ച് ചെയ്തു അതാണ് dV by dt എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒരു ഐഡിയ ഉണ്ടാവുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് കൂടുമ്പോഴായിരിക്കും കറണ്ട് കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഉണ്ടാകുമ്പോഴായിരിക്കും മാക്സിമം കറണ്ട്, അതായത് IM ഉണ്ടാവുക. മിനിമം അതായത് സീറോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഉണ്ടാകുന്ന കേസിലായിരിക്കും കറണ്ട് സീറോ ആവുക. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക. നമുക്ക് അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. This is pretty much all you need to know about capacitors. So for example, if you shove a constant current into the capacitor, then the rate of voltage change is constant, meaning that the voltage changes in a straight line. That's not straight. Straight line. Never mind. Or if your voltage changes like this in time and you can approximate a piece of it as a straight line, then the slope of that piece times the capacitance gives you the approximate current that runs through the capacitor between these 2 points. It's all so simple, wink. If we have a sine wave voltage across a capacitor, then at zero crossing we have the maximum voltage change, a positive rate here, so we have a ഇതിൽ ഈ സീറോ ആവുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവുക. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അല്ലെങ്കിൽ ഈ വേവ് ഫോമിൻ്റെ ഈ ഒരു പോർഷനിലുള്ള സ്ലോപ്പ് അത് മാക്സിമം ആയിരിക്കും, ചേഞ്ച് മാക്സിമം ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ ചേഞ്ച്, അതായത് രണ്ട് അടുത്തടുത്ത വോൾട്ടേജുകൾ തമ്മിലുള്ള ചേഞ്ച് കുറഞ്ഞു വന്നു. ഇവിടെ എത്തുമ്പോൾ അതായത് മാക്സിമം പീക്ക് പോയിന്റ് എത്തുമ്പോൾ വോൾട്ടേജിന് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വോൾട്ടേജിൽ ചേഞ്ച് ഒന്നുമില്ല. പിന്നെയും ചേഞ്ച് ഇൻക്രീസ് ചെയ്ത് വരും. വാല്യൂ കുറയുന്നുണ്ട്, പക്ഷെ ചേഞ്ച് കൂടി വരുവാണ് ചെയ്യുന്നത്. ഈ പോയിന്റ് എത്തുമ്പോൾ വീണ്ടും മാക്സിമം ചേഞ്ച് ആവും, വോൾട്ടേജ് മാക്സിമം ചേഞ്ച് ആവും. പക്ഷേ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് പോയത്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച്. ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഇത് പോസിറ്റീവ്, ആദ്യത്തെ പോസിറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നെഗറ്റീവ് ആയിരിക്കും. അത്രയുള്ളൂ. അപ്പോൾ ഇത് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റ് സീറോ എന്നുള്ള ഈ ഒരു പോയിന്റിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് കൂടുതലാണ്, അല്ലെങ്കിൽ മാക്സിമം ആണ്. അതുകൊണ്ട് കറണ്ട് മാക്സിമം ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ അതായത് 90 ഡിഗ്രി ആവുന്ന സമയത്ത് വോൾട്ടേജിൻ്റെ ചേഞ്ച് സീറോ ആണ്, അപ്പോൾ കറണ്ട് സീറോ ആയിരിക്കും. അപ്പോൾ ആ ഒരു വേവ് ഫോം വരച്ചാൽ നമുക്ക് കിട്ടുക 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടുള്ള വേവ് ഫോം ആയിരിക്കും.
And at zero crossing, we have the maximum voltage change, a positive rate here, so we have a peak current positive here, and here we have a peak negative current. And at the peaks of voltage, the rate of voltage change is zero, and so the current is zero in these spots. So the current through the capacitor looks like this, always leading the voltage by 90 degrees. Okay, we have had enough for one episode. I'll give you more details as we go forward into Electroboom 101. Next stop, inductor.